ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. കുറേ കാലം ഞാൻ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വലുതെന്നല്ല, പൈസ മുടക്കില്ലാത്തൊരു ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, അപ്പോൾ അതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പം എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ കോല നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പെട്ടി നമുക്കൊന്ന് വൈറ്റ് എൻ്റെ അടുത്ത് പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ സാധാരണ നമ്മുടെ പെയിൻ്റ് ഉണ്ടല്ലോ അതുണ്ട്. അപ്പോൾ അത് വെച്ച് ഇവിടെ നിന്ന് കറുപ്പ് അടിച്ചിട്ട് നമുക്കിതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യം സെറ്റാക്കാം. അപ്പം എങ്ങനെ നമുക്ക് പൈസ ചിലവില്ലാതെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് ചെറിയൊരു ക്രാഫ്റ്റ്. എനിക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷേ നമ്മളെന്നാലും അതിനുള്ള സാധനങ്ങളൊന്നും ഇപ്പം വെറുതെ വാങ്ങി ചിലവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വേറെ ഒന്നും ചെയ്യാത്ത കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും പറയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ലവ് ചിഹ്നത്തിൻ്റെ ആവശ്യമുണ്ടോ. അപ്പോൾ നമുക്ക് റെഡ് കളർ എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇപ്പോഴത്തെ ഒന്നൊരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ച് സ്കെച്ച് വെച്ചിട്ട് അടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് നോക്കാം. ക്രയോൺസ് വെച്ച് അടിച്ചാൽ ഇത് റെഡി ആവില്ല, അതുകൊണ്ട് സ്കെച്ച് വെച്ച് തന്നെ അടിക്കാം. ഇത് മുറിച്ചെടുക്കാനായിരിക്കും ഇപ്പം കുറച്ച് റിസ്ക് ഉണ്ടാവാൻ തോന്നുന്നു. ചെറിയ ലൗച്ചിനാക്കിയിട്ട് മുറിച്ചെടുക്കണം, അതാണ് എൻ്റെ ഐഡിയ. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് കേട്ടോ. പഠിക്കാനൊന്നുമില്ല, എളുപ്പമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂടി മതി, ഒരു പെട്ടി മതി. പിന്നെ ഞാൻ വിചാരിച്ചു ഇരിക്കട്ടെ ഇതിൽ ആർഭാടാക്കാമെന്ന് വിചാരിച്ച് ഈ പേപ്പറിൻ്റെ ഒരു പകുതി പേപ്പർ ഞാനപ്പോൾ പെയിൻ്റ് അടിച്ച് കളർ അടിച്ചെടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ബാക്കി കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി നമ്മളിതാ കുറച്ച് ലവ് ചിഹ്നം, ഇതിപ്പോൾ കാറ്റ് ഫാൻ ഇട്ടുകൊണ്ട് പറന്നു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് ലവ് ചിഹ്നം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് പക്ഷെ മറ്റേ ബോക്സ് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് മോൻ എണീക്കുന്ന മുന്നേ ഇന്ന് തന്നെ ചെയ്യാമെന്ന്. പക്ഷെ ഇന്ന് ചെയ്യാൻ പറ്റുമോ അറിയില്ല, കാരണം ബോക്സ് ഉണങ്ങിയിട്ടില്ല. പിന്നെ ഡ്രയറൊക്കെ ഉണ്ടാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ അതുമല്ല നമ്മുടെ ബോക്സ് ചെറുതായതുകൊണ്ട് ലവ് ചിഹ്നത്തിനും നല്ല റിസ്ക്കാണ്, അത് ചെയ്യാനും കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ വലിയ ബോക്സൊക്കെ ഉള്ളവരാണെങ്കിൽ മറ്റേ A4 ഷീറ്റും ഒക്കെ മതി കേട്ടോ. പിന്നെ ഇത് നല്ല കട്ടിയുള്ള ഷീറ്റാണ് കേട്ടോ. ഈ ഡയറീൻ്റെ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള ഷീറ്റ്, വേറെ പേപ്പർ ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം വെച്ച് കൊടുക്കാനായിട്ട് ലവ് ചിഹ്നം വേണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്, അതിൻ്റെ അകത്തേക്ക് ഈ ലവ് ചിഹ്നം പോലെ ഒരു പേപ്പറിനകത്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം അത് ഉണങ്ങുന്നവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ഒരു ലവ് ചിഹ്നം പോലെ ഉണ്ടാക്കിയിട്ട് ആദ്യം ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് വേറൊരു ലവ് ചിഹ്നം ഇതേ ഭാഗത്തിന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു ലവ് ചിഹ്നം എടുത്തിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ചെയ്യാനാവില്ലല്ലോ. ചില ഫാനിൻ്റെ കാട്ടിലിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് അണ്ടർ ഫ്ലോപ്പായി പോകുമെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലായികയില്ല. ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം നമുക്കിനിപ്പോൾ ഇപ്പം തന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്താണെങ്കിൽ ഡ്രയറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കണോ. പക്ഷെ അപ്പോൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എന്നാലും വേറെ പോലെ നമുക്ക് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മളിത് ആദ്യം തന്നെ ഒരു പേപ്പറിലേക്ക് ഒരു ലവ് ചിഹ്നം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം.
മൊത്തത്തിൽ നമ്മുടെ ഏകദേശം പണി ഞാൻ കഴിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി ഇതിൻ്റെ അടപ്പെടുത്തതെന്ന് പറഞ്ഞാൽ വേറൊരു ഐഡിയ കണ്ടിട്ടാണ്. അപ്പോൾ അത് ബാക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അല്ലെങ്കിൽ ഇതുവരെയുള്ളത് ഇതാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെറും കാർഡ്ബോർഡ് ആണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഇത്ര കട്ടിയില്ലാതെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കില്ല, അങ്ങനെ ഒരു 2 ലെയർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പം ഇതകത്ത് വെക്കുന്ന പോലെ നമ്മൾ ഏകദേശം ഒരു ഫോട്ടോ ഫ്രെയിം വെക്കുന്ന പോലെ ആവട്ടെ. ഇത് പിന്നത്തെ ഒരു കാർഡ്ബോർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ാണല്ലോ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു 2 സൈഡിൽ എന്തെങ്കിലും ഇങ്ങനെ ക്ലേ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടോ, ഇത് നമുക്ക് ഗമ്മാണ് കേട്ടോ, ക്ലേ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ ലൈറ്റൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവുന്ന കേട്ടോ തോന്നുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ആക്കാൻ ഉദ്ദേശിച്ച് വേറെന്തോ ആക്കി വന്നപ്പോൾ വേറെന്തോ ആയിട്ടോ. പക്ഷേ ഇപ്പം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ തേടി വള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഒരു LED ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മറ്റേ നമ്മുടെ ഉത്സവപ്പറമ്പിൽ നിന്ന് തലയിൽ വെക്കുന്ന ഒരു സാധനം വാങ്ങില്ലേ, അതിൻ്റെതാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് ഞാൻ ഇതിലേക്ക് വെച്ചു. ഇപ്പോഴാണ് ഇതിന് എനിക്കൊരു തൃപ്തിയായത്. നേരത്തെ ഒരു ഗുഡ് എന്നുണ്ടായിരുന്നുള്ളൂ, ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇത് രാത്രി ലൈറ്റൊക്കെ ഓഫായി കഴിയുമ്പം ഇങ്ങനെ ലൈറ്റ് മിന്നാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ എൻ്റെ എഫേർട്ടിന് എന്തായാലും നിങ്ങൾ ലൈക്ക് തരാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് കമൻറ്റ്